അല്ല ഈ ചെറുക്കൻ എന്തിനീ അങ്കരം കാണിച്ചതാ? അവന്റെ കൂട്ടുകാരെ വരുന്നത്. എടാ ഇവന്മാർ ഒരുമിച്ചില്ലായിരുന്നു ഈ PSC ക്ലാസ്സിനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ఈ പരരേവനഹോ നമുക്ക് പരിത്രാണന തിന്നടിപൻ മരണത്തിൻ ഒഴിവു കർത്തനാമഖില ശക്തനിൻ തിരുകരത്തിലുണ്ട നിശമേ ഈ പരരേവനഹോ നമുക്ക് പരിത്രാണന. അവന്മാര് കൂടപ്പിറപ്പിനെ പോലെ നടന്നവന്മാരാ. സങ്കടം കാണാം നമ്മൾക്ക്. പിന്നെ ജനിച്ചത് നമ്മൾ ഒരുമിച്ച്, വളർന്നത് നമ്മൾ ഒരുമിച്ച്, പ്രശ്നങ്ങളെല്ലാം നേരിട്ടത് നമ്മൾ ഒരുമിച്ചല്ല. പിന്നെ എന്തിനാ ഇതിന് മാത്രം നീ ഒറ്റയ്ക്ക് പോയത്? എടാ ഈ PSCയുടെ പേര് മരിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നടക്കും ഇവിടെ. നമ്മുടെ കേരളം ഇല്ലയോ, ഒന്നും നടക്കാൻ പോകുന്നില്ല. 2 ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ മറന്നു. ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ കണ്ടില്ലേ, മഴയത്തും വെയിലത്തും പുല്ലും എന്തൊക്കെ തിന്ന് സമരം ചെയ്തിട്ടും ഒരു കാര്യമില്ല ഇവിടെ. ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ? അവർക്കൊക്കെ വേണ്ട വേറെ ന്യൂസാണ്. നീ അവൻ്റെ കൂടെ എപ്പോഴും കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അവൻ്റെ വിധി ഇതായിരിക്കും. ബാക്കിയുള്ള പിള്ളേർക്കെങ്കിലും ഈ അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വീണ്ടും കണ്ണീർ കാഴ്ചയായി PSC റാങ്ക് ഹോൾഡേഴ്സ്. സമരം നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോൾ സംസ്ഥാനത്ത് നടക്കുന്ന ഈ സമരത്തെ എന്തുകൊണ്ട് രാപ്പകൽ സമരത്തിനിടെ മണ്ണു വാരിത്തിന്ന് പ്രതിഷേധം. പ്രതീകാത്മകമായി ചിത കത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ സമരക്കാർ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നത്. അത് പിന്നെ അങ്ങനെയാണ്. അശ്വിൻ നാളെ ഗൾഫിൽ പോവാ. വൈകിട്ട് പാർട്ടി ഉണ്ട്, വരുന്നില്ലേ? ഓ ഇല്ലടാ, ഞങ്ങൾക്കേ വൈകിട്ട് വേറെ കുറച്ച് പരിപാടിയുണ്ട്. എടാ വാടാ, നമ്മുടെ പഴയ കൂടെ പഠിച്ച പിള്ളേരൊക്കെ ഉണ്ട്. വാ. ഇല്ലടാ, കുറച്ച് പരിപാടിയുണ്ട്, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾ കിട്ടും. ശരിയാടാ. ആ ശരി. ഇവന്മാര് PSC പഠിക്കാൻ പോയപ്പോഴത്തേന് ഭയങ്കര ചാടവേലേ. മനുഷ്യരെ കണ്ടിട്ടില്ല. നമ്മൾ ഒരുമിച്ച് പഠിച്ചാന്ന പോലെ ഒരു അമ്മമാർക്ക് ഓർമ്മയില്ല. എന്തുവാന്നാ ഇപ്പൊ ഈ പരിപാടിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവർക്ക് ചെലവ് കൊടുക്കേണ്ടി വരും. ഉറപ്പായിട്ടും. നിന്റെ പൈസ വല്ലതും ഉണ്ടോ? എൻ്റെ ആകെ ഓടാത്ത വാച്ച് മാത്രമേ ഉള്ളൂ. എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ജോലി ആയില്ല എന്ന് ചോദിക്കും. പോകാതിരിക്കുന്നതാണ് നല്ലത്. അത് ശരിയാ, അമ്മാരെന്തെങ്കിലും വിചാരിക്കട്ടെ. പഴയതുപോലെ അല്ലടാ, എനിക്ക് വയ്യ. എനിക്ക് പറ്റുന്ന പോലെ നിങ്ങളെ പഠിപ്പിച്ചു, ബാക്കിയൊക്കെ നിന്റെ കയ്യിലാണ്. ബാക്കി ആരൊക്കെ നിന്നെ കുറ്റപ്പെടുത്തിയാലും ഞാൻ നിന്നെ കുറ്റപ്പെടുത്തും. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് മോനും നോക്കും. എടാ, എനിക്കിനി പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എത്ര നാളാണ് വീട്ടുകാരോട് പറയാൻ പറ്റും? ലിസ്റ്റിൽ പേരുണ്ട്, ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്നൊക്കെ പറഞ്ഞു. അച്ഛാ, ഇന്ന് പുറത്ത് പോയി കഴിച്ചാലോ? അതെന്താടാ ഇന്ന് പതിവില്ലാതെ? നിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് മേടിച്ച് കഴിച്ചിട്ട് വേണം എനിക്കൊന്ന് മരിക്കാൻ. ചേച്ചി ഒരു ചായ. ആഹാ, MLA രാവിലെ ഓട്ടം തുടങ്ങിയോ? പിന്നില്ലയോ, പിന്നെ ഈ ഫീൽഡിൽ പിടിച്ചിരിക്കണ്ടായോ? 10-20 വർഷമായിട്ട് ഇവിടുത്തെ MLA തന്നെയല്ലേ ഞാൻ. രാവിലെ തന്നെ ഇവന്മാര് സമരം തുടങ്ങിയോ മനുഷ്യന്റെ മൂട് കളയാനായിട്ട്? ചേച്ചി, ആ പിള്ളേരുടെ കണ്ണുനീരൊന്നും വീഴ്ത്തിയ ചായൊന്നും ഇടല്ലേ, ഉപ്പായിരിക്കുവേ. നമ്മളെ സാറേ, നമ്മുടെ വലിയച്ഛൻ്റെ ഒരു മോനുണ്ട്. അവനൊരു ചെറിയൊരു ജോലി വേണമെങ്കിൽ ഉണ്ടോ? ഉണ്ടേ ചെയ്യാം. ആഹാ, പെട്ടെന്ന് കിട്ടിയല്ലോ. ഇങ്ങനെയാണോ ചായ? ആരാ? എന്താ? ഉദ്യോഗാർത്ഥികൾ ഈ ഒരു സമരം വളരെ വലിയൊരു രീതിയിലേക്ക് കടുപ്പിച്ചിരിക്കുകയാണ്. അത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇവിടെ തന്നെ ഉദ്യോഗാർത്ഥികൾ ഇലയിൽ മണ്ണ് വാരിയിട്ട് തിന്നുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. സമരം ഇത്ര വലിയ രീതിയിലേക്ക് കടുപ്പിക്കുമ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ അനുകൂല സമീപനവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറെ ഒരു നിർഭാഗ്യകരമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ഈ ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്തിരുന്നു, എന്നാൽ അന്നും സർക്കാർ കണ്ണു തുറന്ന് കണ്ടില്ല. പക്ഷേ ഇത്തവണത്തെ സർക്കാരിൽ ഒരു വലിയ പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ മുന്നോട്ട് വന്നത്. പക്ഷേ 9 ദിവസം ആവുകയാണ്. പരവേവനഹോ നമുക്ക് പരിത്രാണന തിന്നടിപൻ
ഈ സർക്കാരിന് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? നമ്മളൊരു പ്രതീക്ഷ വെച്ചിട്ടാണ് ഇപ്പോഴും മുന്നോട്ട് സമരം നടത്തുന്നത്. എന്തായാലും നമുക്ക് ആനുകൂല്യമായിട്ടുള്ള തീരുമാനം വരുന്നത് വരെ ഞങ്ങൾ ഇത്രയും നേരം ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളുടെ സൈഡിൽ നിന്ന് നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതി. പക്ഷെ ഇത്രയും ദിവസമായിട്ട് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുള്ള ഒരു കാര്യവും നടക്കുന്നില്ല. ഒഴിവുകർത്തനാമഖില ശക്തനിൻ തിരുകരത്തിലുണ്ടനിശമേ പരരേവന ഹോ നമോ ഈ പരദേവന ഹോ നമോ പരിതരനന തിന്നടിപൻ മരണത്തിന് 37 ദിവസങ്ങൾക്ക് ശേഷം ഇവരൊരു ആശ്വാസത്തിന്റെ വെളിച്ചം കണ്ടിരിക്കുകയാണ് അക്ഷയ. എല്ലാവരും ഇപ്പോൾ വലർമതി ടീച്ചർ 13 ദിവസം നീണ്ടുനിന്ന നിരാഹാര സത്യാഗ്രഹ സമരത്തിന് ഒരു അറുതി വരുത്തിയിരിക്കുകയാണ്. അനിശ്ചിതകാല നിരാഹാര സമരം അവസാനിപ്പിച്ച് LPS റാങ്ക് ഹോൾഡേഴ്സ്. സമരം പ്രതിഷേധമോ പ്രകടനമോ ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ ഇവിടെ ദിവസം എണ്ണി തുടരും.